നമുക്കറിയാം വാഷ്, ആദ്യമേ നമുക്ക് എന്താണ് വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് 8 to 10% എഥനോൾ കേട്ടോ. 8 to 10% എഥനോൾ ആണ് വാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെന്താണ് അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെ, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. അത് എത്രയാണ്? 95.6% എഥനോൾ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ പിന്നെ എന്താണ് 100% എഥനോളിനെ നമ്മൾ വേറെ പേര് പറയും ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും കേട്ടോ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താണ്? 100% ഓഫ് എഥനോളിനെയാണ് നമ്മൾ പറയുന്നത് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ദെൻ പിന്നെന്താണ് പവർ ആൽക്കഹോൾ ഉണ്ട്. പവർ ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ 20% ഇല്ലേ, 20% എന്താണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. 20% ആബ്സല്യൂട്ട് ആൽക്കഹോളും പിന്നെ എന്താണ് 80% പെട്രോളും ഇല്ല, 80% പെട്രോളും കൂടെ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? പവർ ആൽക്കഹോൾ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? പിന്നെന്താണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയും ഇല്ലേ, ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അതായത് എഥനോളിലേക്ക് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് കിട്ടും. അതെന്താണ്? പോയിസണസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തെന്താണ് പറഞ്ഞത്? മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. മെഥിലേറ്റഡ് സ്പിരിറ്റ് അല്ലെ, മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീനാച്ചുറിങ് അതായത് എന്താണ്? എഥനോളിലേക്ക് മെഥനോൾ ആഡ് ചെയ്യും ഇല്ല, എഥനോള് പ്ലസ് മെഥനോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അവിടെ കിട്ടുന്ന ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ആണ്. അപ്പം ഈ ഒരു കാര്യങ്ങളാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പോയിന്റുകളായിട്ട് പഠിക്കുക കേട്ടോ, എഴുതി തന്നെ പഠിക്കുക. വാഷ് എന്ന് പറഞ്ഞാൽ 8 to 10% എഥനോളാണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. പവർ ആൽക്കഹോൾ, ഇതൊക്കെ പവർ ആൽക്കഹോൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? വാഹനങ്ങളിൽ അല്ലെ, വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ എഥനോള് ഒരുപാട് വ്യവസായ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ഇപ്പം ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അപ്പൊ എന്തായിട്ട് മാറും? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ആയിട്ട് മാറും. ഇനി ഈ എഥനോളിലേക്ക് മെഥനോൾ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ആയിട്ട് മാറും. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. എന്താണ്? മെഥിലേറ്റഡ് സ്പിരിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിങ്ങനെ പോയിന്റുകളായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ, എഴുതിയെടുത്ത് പഠിക്കുക.